അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മാത്യു സാമുവൽ, അദ്ദേഹത്തെ അറിയാത്തവർ വളരെ കുറവാണ്. വിഷലിപ്തമായ വാക്കുകൾ കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ വ്യക്തിയാണ് മാത്യു സാമുവൽ. അദ്ദേഹത്തിൻ്റെ ഒരു രോദനം ഈ അടുത്ത് കേൾക്കാനിടയായി. അതിനു മുമ്പൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോ എന്ത് ഉഷാറായിരുന്നു. വലിയ ആവേശഭരിതനായിട്ടായിരുന്നു അദ്ദേഹം ഓരോ വീഡിയോകളും ഇറക്കിയതെങ്കിൽ കഴിഞ്ഞ വീഡിയോയിലാണ് വല്ലാത്ത ദുഃഖഭാവത്തോടെ വളരെ ശബ്ദങ്ങളെല്ലാം താഴ്ന്ന് ലോലമനസ്കനായി സംസാരിക്കുന്നത് കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ എനിക്ക് ദുഃഖത്തേക്കാൾ കൂടുതൽ ചിരിയാണ് വന്നത്. ഏതായാലും അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അമേരിക്കയുടെ ഒരു വലിയ സ്റ്റേറ്റായ കാലിഫോർണിയയിൽ നടക്കുന്ന ഫയർ, ഇത് വൈൽഡ് ഫയർ, കാട്ടുതീ എന്ന് പറയുന്നത് പോലെ ഇത് അർബൻ ഫയറാണ് ഉണ്ടായിരിക്കുന്നത്. അതെ, അപ്പോൾ കാലിഫോർണിയയിൽ നടന്നത് വലിയ അർബൻ തീയാണെന്നോ? എനിക്കങ്ങോട്ട് സംഭവം അങ്ങോട്ട് മനസ്സിലായില്ല. ഏതാണ്ട് നമ്മുടെ ഈ ഗസയിലൊക്കെ നടന്നത് പോലത്തെ അത്രയും വലിയ തീയാണോ അണ്ണ? അണ്ണൻ തന്നെ ഒന്ന് വ്യക്തമാക്കി ഒന്ന് പറഞ്ഞേ. 60 കിലോമീറ്റർ വേഗതയിലടിക്കുന്ന കാറ്റ്, അതായത് പസഫിക് സമുദ്രത്തിൽ നിന്ന്. ഓ, അങ്ങനെ ഇല്ലേ? 160 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു കാറ്റാണല്ലോ അടിച്ചു വീശിയത്. നമ്മുടെ ഗസയൊന്നും അപ്പോൾ ഒന്നുമല്ല, അതിനേക്കാൾ വലിയൊരു തീപിടുത്തമാണ് വന്നത്. എന്നിട്ട് അതേപോലെ സാന്റാ മൗണ്ടൻസ്, അങ്ങനെ പല പല മൗണ്ടൻസ് ഉണ്ട്. ഇവിടെയുള്ള ഏറ്റവും കൂടുതൽ റിച്ചായിട്ട് ആൾക്കാർ താമസിക്കുക ബെവേർലി ഹിൽസ്, ഈ ഏരിയയിലെല്ലാമാണ്. അപ്പൊ അവിടെ റിച്ചായവരാ കൂടുതലുള്ളല്ലേ? അല്ല നമ്മുടെ ഈ ഗസയിലൊന്നും ഉള്ള പോലെ പാവപ്പെട്ടവരൊന്നും അല്ല, റിച്ചായവരാ ഉണ്ടായിരുന്നു. റിച്ചായവരെയൊക്കെ ഈ തീ കൊണ്ടുവരും. പിന്നെ അണ്ണാ എന്ത് ചെയ്യാൻ പറ്റും? ഈ തീക്ക് പാവപ്പെട്ടവരും റിച്ചായവരൊന്നും ഇല്ലല്ലോ. തീയുടെ മുമ്പിൽ ആര് പോയി നിന്നാലും അതെന്ത് ചെയ്യും? പണി കൊടുക്കും. എന്നിട്ട് പറയാ കേക്കട്ടെ. ഏകദേശം 10ഓളം പേര് കൊല്ലപ്പെട്ടു. അപ്പൊ അണ്ണാ ഈ 10ഓളം പേര് മരിച്ചെന്ന് പറഞ്ഞ അത്ര അങ്ങോട്ട് ശരിയായ ഒരു കണക്കല്ലല്ലോ അണ്ണ. ആ ശരിയായ ഒരു കണക്കൊന്ന് അണ്ണനെന്ന് പറഞ്ഞ അണ്ണ. 10ഓളം പേരുള്ളതല്ലല്ലോ, ശരിയായ കണക്ക് എത്ര എന്ന് പറഞ്ഞേ എന്ന് പറയുന്നു. അതല്ല ശരിക്കുമുള്ള കണക്ക്. അതിലൊക്കെ ലോസ് ഏഞ്ചലസ് ടൈം പറയുന്നത് ഏകദേശം 60-ൽ പരം ആൾക്കാർ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. മറ്റുള്ള എനിക്ക് ആ പറഞ്ഞതിനും കണക്കത്ര അങ്ങോട്ട് ക്ലിയർ അല്ല. എന്നാലും പോട്ടെ. ഇനി അണ്ണൻ പറഞ്ഞേ, ബാക്കി പറഞ്ഞേ. വേണമെങ്കിൽ പറയാം. 10,000-കണക്കിന് വീടുകൾ കത്തി നശിച്ചു, ഓഫീസുകൾ കത്തി നശിച്ചു. ഏകദേശം 1,60,000 ഓഫീസുകളും വീടുകളും ഒക്കെ പോയില്ലേ അണ്ണ? നമ്മുടെ ഈ ഗസയിലൊക്കെ ഈ നമ്മുടെ അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേലിൽ ഇട്ടപ്പോൾ വീടുകളും ഓഫീസുകളൊക്കെ പോയതുപോലെ ഈ തീപിടുത്തത്തിൽ പോയിന്നല്ലേ എണ്ണം പറയുന്നത്. അതെ, വല്ലാത്ത. എന്നാലും റിച്ചായ ആൾക്കാരാകുമ്പോഴത്തേക്കേ സഹിക്കാൻ വയ്യ. ഇനി എണ്ണം പറഞ്ഞ ബാക്കി പറ കേക്കട്ടെ. ഏകദേശം 10,000-കണക്കിന് ഏക്കർ എന്ന് പറയുമ്പോൾ ഏകദേശം 35,000 ഏക്കറാണ് പൂർണ്ണമായിട്ട് കത്തി നശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് എനിക്ക് കണക്ക് എന്താണ്? ഏകദേശം 10,000-കണക്കിന് ഏക്കർ എന്ന് പറയുമ്പോൾ 35,000 ഏക്കർ എന്നാ? എന്താ ഇപ്പൊ എനിക്ക് ആകപ്പാട് തലയ്ക്ക് എന്തൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ വരുന്നു. ഏകദേശം 10,000-കണക്കിനെന്ന് പറയുമ്പോൾ 35,000-കണക്കിന് ഏക്കർ സ്ഥലമെന്നോ? എന്താണ് കണക്ക്? എനിക്ക് എൻ്റെ ആശാന്റെ കണക്ക് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല. എന്തു ആകട്ടെ, എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞേ. ഏകദേശം 1,60,000 ആൾക്കാരെയാണ് അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. 1,60,000 ആൾക്കാരെ മാറ്റി പാർപ്പിച്ചു. വല്ലാത്തൊരു സംഭവം തന്നെ. അമേരിക്കക്ക് വന്നൊരു ദുർവിധിയെ. വല്ലാത്തൊരു സംഭവം. നമ്മുടെ ഗസയിലൊക്കെ ഈ യഹൂദരെ അമേരിക്കയുടെ സഹായത്തോടു കൂടി ബോംബിട്ടപ്പോൾ അവിടുന്ന് ആൾക്കാരെയൊക്കെ എന്ത് ചെയ്ത് ഏതോ ഒരു ഭാഗത്ത് എന്താണ് ടെൻ്റ് അടിച്ച് താമസിപ്പിച്ചതുപോലെ ഇവരെ മാറ്റി പാർപ്പിച്ചില്ലേ? 1,60,000 ആൾക്കാരെ. വല്ലാത്തൊരു സംഭവം. അണ്ണം പറയണ്ണ. വലിയ ക്രൈസിസ് തന്നെയാണ് അമേരിക്ക നേരിടുന്നത്. ഇതൊരു വലിയ ക്രൈസിസ് തന്നെയാണ്. അത് പറയേണ്ട കാര്യങ്ങളില്ല. എല്ലാ ചാനലിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
പക്ഷെ അണ്ണന്റെ രോദനമാണ് എന്നെ വല്ലാതെ തളർത്തുന്നത്. ഒരു വിഷമം, വല്ലാത്തൊരു വിഷമം എനിക്ക്. പറയണ. സ്റ്റേറ്റിൽ നടക്കുന്ന മൂന്നാമത്തെ ഫയറാണ്. അതായത് തീ വരിക എന്ന് പറയുന്നത് ഈ കാലിഫോർണിയക്കാർക്കും അമേരിക്കയ്ക്കും ഒന്നുമില്ല. പക്ഷെ ഇതേപോലൊരു ഫയർ അതെ, അപ്പൊ കാലിഫോർണിയക്കാർക്കും അമേരിക്കക്കാർക്കും ഒന്നും പുത്തരിയല്ല അല്ലേ അണ്ണ ഈ തീ പാറുന്നത്? പിന്നെ അതെന്തരിയാണ് അത്? യുടെ ചരിത്രത്തിൽ ഇതേപോലൊരു തീ അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോ തീ വലിയ തീയായപ്പോയതാണ് പ്രശ്നം അല്ലേ? ചെറിയ ചെറിയ തീയൊക്കെ എന്താണ് അമേരിക്കയും കാലിഫോർണിയയൊക്കെ എന്താണ് സഹിച്ചുകൊണ്ടേത്. ഓക്കെ, എന്നാൽ താങ്കളാണ് കുറച്ച് നാളിന് മുമ്പ്, അധിക സമയമൊന്നും ആയിട്ടില്ല, ഓരോ ബോംബുകളും പാവപ്പെട്ട ഗസയുടെ മക്കളുടെ മേൽ വന്ന് വീഴുമ്പോൾ ആനന്ദ നൃത്തമാടിയത്. പാവപ്പെട്ട മുസ്ലിങ്ങൾ ഓരോരുത്തരും മരണപ്പെടുമ്പോൾ എത്രത്തോളം അണ്ണൻ സന്തോഷിച്ചു. ലബനാനിൽ അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശം എത്രയോ മുസ്ലിങ്ങളാണ്, പാവപ്പെട്ട മക്കളാണ് മരണപ്പെട്ടത്. അപ്പോഴും അണ്ണൻ വളരെ കൂടുതൽ സന്തോഷിച്ചു. ഇപ്പൊ അണ്ണന് സഹിക്കാൻ വയ്യാത്ത രോദനം ഇല്ലേ? എന്നാൽ വിശ്വാസികളായ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ശക്തി പകരുന്നത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ. അല്ലാഹ് പറയാണ്, അല്ലാഹുവിന്റെ മേൽ ആരെങ്കിലും ഭരമേൽപ്പിച്ചാൽ പടച്ച റബ്ബ് അവന് മതി. കാട്ടുതീ പോലെ, സുനാമി പോലെ